Hi guys, welcome to my YouTube channel. എൻ്റെ പേര് ശ്യാം. ഞാൻ മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് നമുക്കറിയാം. B1 അല്ലെങ്കിൽ B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. B2 ലെവലാണ് ഏറ്റവും ബെറ്റർ. ഞാൻ B1 ലെവൽ ലാംഗ്വേജ് വെച്ചാണ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്തത്. 2023 B.Tech പാസ് ഔട്ട് ആയതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത്. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. കോളേജിലൊരു സാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് വഴിയാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത്. ഹൗസ് ബിൽഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ്. അപ്പോൾ B1 ലെവൽ ലാംഗ്വേജ് പാസ്സായതിനു ശേഷം കമ്പനിയായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സാകണം. അത് ജർമ്മനിലായിരിക്കും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജർമ്മനും നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്റ്റ് വരും, കമ്പനിയിൽ നിന്ന് കോൺട്രാക്റ്റ് വരും. വിസ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 1 മാസത്തിനുള്ളിൽ വിസ വന്നു. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇവിടെ എത്തുന്നത്, ജർമ്മനിയിൽ എത്തുന്നത്. ഇപ്പോൾ 2 മാസമായി ഞാൻ മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാൻ കിട്ടും. ഞങ്ങളുടെ പ്ലാനിൽ വെച്ചാൽ 3 സെക്ഷനായിട്ടാണ് ക്ലാസ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ബെറൂഫ് ഷൂലെ, പിന്നെ ആർബൈറ്റ് ഷൂലെ, പിന്നെ കമ്പനി. ഞങ്ങൾക്ക് ആദ്യം തന്നെ കമ്പനിയിലായിരുന്നു. കമ്പനിയിൽ 2 ആഴ്ച നമ്മൾ കമ്പനി വിസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. വലിയ നമുക്ക് ജോബൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജോലിയൊന്നും അറിയില്ല. എന്നിട്ട് നമുക്ക് ആർബൈറ്റ് ഷൂലെ ഒരു പ്രൊവൈഡ് ചെയ്യും. ആർബൈറ്റ് ഷൂലയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 2-3 ആഴ്ച ആർബൈറ്റ് ഷൂലായിരുന്നു. അപ്പോൾ ആർബൈറ്റ് ഷൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ് പോലത്തെ ഒരു ക്ലാസ്സാണ്. അതായത് നമുക്ക് വർക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. അത് നമുക്ക് ആർബൈറ്റ് ഷൂലയിലാണ് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വലിയ പ്രശ്നം വരില്ല, കാരണം നമ്മൾ കണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതും പ്രോഗ്രാമിങ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെറൂഫ് ഷൂലെ എന്ന് പറയുമ്പോൾ തിയറിയാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നം നമുക്ക് അവിടെയാണ് വരുന്നത്. കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. B.Tech ഒക്കെ എടുത്തവർക്കും +2 നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ ലാംഗ്വേജ് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിലും ബെറൂഫ് ഷൂലാണെങ്കിലും ആർബൈറ്റ് ഷൂലാണെങ്കിലും നമുക്ക് 8 hours ആണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. മൺഡേ ടു ഫ്രൈഡേ ആണ് നമുക്ക് വർക്കുള്ളൂ. പിന്നെ സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ എക്സാമും കാര്യങ്ങളും നമുക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും എല്ലാവർക്കും. അത് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, ലാംഗ്വേജ് വലിയ നമുക്ക് മാനേജബിൾ ആണെന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ലാംഗ്വേജിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ. അത് ഒരു ലാംഗ്വേജ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ജർമ്മൻ കുറച്ച് B1 ലെവൽ ലാംഗ്വേജ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രത്യേകമായിട്ട് ലാംഗ്വേജ് ക്ലാസ്സും ഞങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി അനുസരിച്ചിരിക്കും നമ്മുടെ ജോബ് എങ്ങനെയാണ്. ഇപ്പോൾ പല ടൈപ്പ് പ്രൊഡക്ഷൻ, മീറ്റ് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്, മെഡിസിൻസ് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജോബ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷെ അവിടെ ക്ലാസ് നമുക്ക് കിട്ടുക എല്ലാവർക്കും സെയിം ക്ലാസ് ആയിരിക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ പല കമ്പനിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആർബൈറ്റ് ഷൂലയിലാണെങ്കിലും ബെറൂഫ് ഷൂലയിലാണെങ്കിലും നമുക്ക് വേറെ കമ്പനിയിലുള്ളവരായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അതും നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 1040 euro ആണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൽ റെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ 50% അടച്ചാൽ മതി, ബാക്കി 50 കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഇതും ടാക്സൊക്കെ അയച്ചിട്ട് ഒരു 700 euro അടുത്ത് കിട്ടേണ്ടതാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇയർലി അടയ്ക്കണം. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നിന്ന് വലിച്ചുകൊണ്ട് കറക്റ്റ് എമൗണ്ട് ഇതുവരെ അറിയില്ല. മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് എൻ്റെ 2 മാസത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് എന്തായാലും മസ്റ്റാണ്. നമുക്ക് എത്ര അറിയാവുന്നോ അത്രയും എളുപ്പമായിരിക്കും നമുക്ക് കോഴ്സ്. യൂട്യൂബിൽ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി കുറേ വീഡിയോസ് ഉണ്ടെങ്കിലും മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി അങ്ങനെ ആരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കണ്ടില്ല മലയാളത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.